ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗും ഹൈഡ്രോളജിയുമായിരിക്കും. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അധിക ചോദ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത രണ്ട് പോർഷൻസ് ആണ് ഈ റെയിൽവേയും ഹൈഡ്രോളജിയും. എന്ന് കരുതി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്, നമുക്കത് പഠിക്കാം. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ഇൻ ഓപ്ഷൻ എ 1835, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1753, ഓപ്ഷൻ ഡി 1853. ആൻസർ എന്ന് പറയുന്നത് 1853 ആണ്. ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് 1850. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോണിംഗ് ഓഫ് വീൽ ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ഓപ്ഷൻ എ ലീനിയർ സ്ട്രെയിൻ, ഓപ്ഷൻ ബി ലാറ്ററൽ സ്ട്രിപ്പ്, ഓപ്ഷൻ സി ലാറ്ററൽ സ്ട്രെസ്, ഓപ്ഷൻ ഡി ലീനിയർ സ്ട്രിപ്പ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രിപ്പ് ആയിരിക്കും. അതായത് കോണിംഗ് ഓഫ് വീൽ എന്ന് പറയുന്നത് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വീലിൻ്റെ സൈഡ് കോൺ ചെയ്ത് കൊടുക്കുന്നതിനാണ് കോണിംഗ് ഓഫ് വീൽ എന്ന് പറയുന്നത്. ലാറ്ററൽ സ്ട്രിപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോണിംഗ് ഓഫ് വീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് കോണിംഗ് ഓഫ് വീൽ ഈസ് ഓപ്ഷൻ എ 1 in 5, ഓപ്ഷൻ ബി 1 in 10, ഓപ്ഷൻ സി 1 in 15, ഓപ്ഷൻ ഡി 1 in 20. കോണിംഗ് ഓഫ് വീൽ എത്ര കൊടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിൻ്റെ ആൻസർ 1 in 20 ആണ്. റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എമൗണ്ട് ഓഫ് കോണിംഗ് വീൽ. സോ പഠിച്ചു വെച്ചിരിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗേജ് ലെങ്ത് ഓഫ് ബ്രോഡ് ഗേജ് ഈസ്, അതായത് ബ്രോഡ് ഗേജിൻ്റെ ഗേജ് ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1.676, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 0.762, ഓപ്ഷൻ ഡി 1.435. ഇതെല്ലാം മീറ്റേഴ്സിലായിരിക്കും. ഗേജ് ലെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന ഗേജ് ലെങ്ത്. അതെന്ന് പറയുന്നത് ബ്രോഡ് ഗേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.676 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. മറ്റ് ഗേജിൻ്റെ ലെങ്ത് കൂടെ നമുക്ക് നോക്കാം. ബ്രോഡ് ഗേജ് 1.676 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. നാരോ ഗേജ് 0.762 മീറ്റർ, ഫീഡർ ഗേജ് 0.610 മീറ്റർ ആയിരിക്കും. ഈ ഗേജ് എല്ലാം കാണാതെ പഠിച്ച് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ വന്ന് ചോദിക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മാക്സിമം ഗ്രേഡിയൻറ്റ് പ്രൊവൈഡഡ് ഇൻ സ്റ്റേഷൻ യാർഡ്. സ്റ്റേഷൻ യാർഡിൽ കൊടുക്കുന്ന മാക്സിമം ഗ്രേഡിയൻറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 in 200, ഓപ്ഷൻ ബി 1 in 300, ഓപ്ഷൻ സി 1 in 400, ഓപ്ഷൻ ഡി 1 in 500. ഓർത്തിരിക്കുക, ആൻസർ എന്ന് പറയുന്നത് 1 in 400 ആണ് സ്റ്റേഷൻ യാർഡിൽ കൊടുക്കുന്ന മാക്സിമം ഗ്രേഡിയൻറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, സൂപ്പർ എലിവേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. സൂപ്പർ എലിവേഷൻ്റെ മറ്റൊരു പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി കാണ്ട്, ഓപ്ഷൻ സി കെയിംബർ, ഓപ്ഷൻ ഡി ഫോൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാണ്ട് ആണ്. കാണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് സൂപ്പർ എലിവേഷൻ. എന്താണ് സൂപ്പർ എലിവേഷൻ എന്ന് നോക്കാം. ടു കൗണ്ടറാക്ട് ദ എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദ ഔട്ടർ റെയിൽ ഈസ് റൈസ്ഡ് എബവ് ഇന്നർ ലൈൻ. ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർ എലിവേഷൻ. നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ സൂപ്പർ എലിവേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടിയും പൊക്കി കൊടുക്കുക, ഉയർത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. സെയിം കേസ് തന്നെയാണ് റെയിൽവേയിലും പറയുന്നത്. സൂപ്പർ എലിവേഷന് മറ്റൊരു പേരാണ് കാണ്ട്, ഓർത്തിരിക്കുക. സെവൻത് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ഇൻ ബിറ്റ്വീൻ ഓപ്ഷൻ എ മദ്രാസ് ആൻഡ് ബോംബെ, ഓപ്ഷൻ ബി കൽക്കട്ട ആൻഡ് ഡൽഹി, ഓപ്ഷൻ സി ബോംബെ ആൻഡ് താനെ, ഓപ്ഷൻ ഡി ഡൽഹി ആൻഡ് മദ്രാസ്. ഇതുപോലത്തെ GK ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും GK റിമൂവ് ആക്കിയിട്ടില്ലയോ എന്ന്. പക്ഷേ PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് GK വേണമെങ്കിലും ചോദിക്കാം. ലാസ്റ്റ് കഴിഞ്ഞ കുറേ എക്സാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോംബെ ടു താനെയാണ്. അതായത് ഫസ്റ്റ് ട്രെയിൻ ഇന്ത്യയിൽ റൺ ചെയ്തത് ബോംബെ ടു താനെ ആയിരിക്കും. ഓക്കെ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡഡ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 റെയിൽ ഈസ് കോൾഡ്. 2 റെയിലിൻ്റെ ഇൻ്റർസെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്രോസിംഗ്സ്, ഓപ്ഷൻ ബി ജംഗ്ഷൻ, ഓപ്ഷൻ സി ട്രാക്ക്, ഓപ്ഷൻ ഡി ടെർമിനൽ. ആ പ്രൊവൈഡ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ക്രോസിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 2 റെയിൽ കൂടിച്ചേരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന്. ആക്ച്വലി റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. പക്ഷേ അതിൽ നിന്നും PSC ലെവലിൽ ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിച്ചിട്ടുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. സോ നിങ്ങൾ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ക്വസ്റ്റ്യൻസ് മാത്രം റെഫർ ചെയ്താൽ മതി. നമുക്ക് ഹൈഡ്രോളജിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ, ദ ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് ബൈ.
ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ, ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ നോക്കാം. റെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത് ഡെപ്ത് ഓഫ് റെയിൻഫാൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അനിമോമീറ്റർ എന്ന് പറയുന്നത് വിൻഡ് വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയും. ഓക്കെ, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാം. 10th question. ദ സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാച്ചുറൽ സൈഫൺ, ഓപ്ഷൻ ബി ടിപ്പിംഗ് ബക്കറ്റ്, ഓപ്ഷൻ സി വെയിങ് ബക്കറ്റ്, ഓപ്ഷൻ ഡി ടെലിമെട്രി ടൈപ്പ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നാച്ചുറൽ സൈഫൺ ആണ്. നാച്ചുറൽ സൈഫൺ ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് റെയിൻ ഗേജ്. നമുക്ക് റെക്കോർഡിംഗ് ടൈപ്പും നോൺ റെക്കോർഡിംഗ് ടൈപ്പും റെയിൻ ഗേജ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ സൈഫൺ വരും, ടിപ്പിംഗ് ബക്കറ്റ് വരും, വെയിങ് ബക്കറ്റ് വരും. നോൺ റെക്കോർഡിംഗ് ടൈപ്പിന് എക്സാമ്പിൾ ആണ് സൈമൺസ് റെയിൻ ഗേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രോഗ്രാഫ് ഈസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ. ഓപ്ഷൻ എ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫാൾ വേഴ്സസ് ടൈം, ഓപ്ഷൻ ബി സ്ട്രീം ഫ്ലോ വേഴ്സസ് ടൈം, ഓപ്ഷൻ സി അക്യുമുലേറ്റഡ് റെയിൻഫാൾ വേഴ്സസ് ടൈം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രീം ഫ്ലോ വേഴ്സസ് ടൈം ആണ്. ഹൈഡ്രോഗ്രാഫ് ആക്ച്വലി ഡിസ്ചാർജ് വേഴ്സസ് ടൈം ആണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നത്. എന്നിരുന്നാലും PSCയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീം ഫ്ലോ വേഴ്സസ് ടൈം ആണ് ആൻസർ. കൺഫ്യൂഷൻ വരണ്ട. 12th question. മാസ് കർവ് ഓഫ് റെയിൻഫാൾ ഓഫ് എ സ്റ്റോം ഈസ് എ പ്ലോട്ട് ഓഫ്. മാസ് കർവ് എന്തിൻ്റെയൊക്കെ പ്ലോട്ട് ആണെന്നാണ്. ഓപ്ഷൻ എ അക്യുമുലേറ്റഡ് റെയിൻഫാൾ വേഴ്സസ് ടൈം, ഓപ്ഷൻ ബി അക്യുമുലേറ്റഡ് പെർസിപ്പിറ്റേഷൻ വേഴ്സസ് ടൈം, ഓപ്ഷൻ സി ആനുവൽ റെയിൻഫാൾ വേഴ്സസ് ടൈം, ഓപ്ഷൻ ഡി ഓൾ ദ അബവ്. മാസ് കർവ് എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് റെയിൻഫാൾ വേഴ്സസ് ടൈം ആണ്. കുറേ ഗ്രാഫും പ്ലോട്ടും നമ്മുടെ ഈ ഹൈഡ്രോളജിയിലുണ്ട്. അത് ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈൻ കണക്റ്റിംഗ് ദ പോയിന്റ് ഓഫ് ഈക്വൽ റെയിൻഫാൾ. ഈക്വൽ റെയിൻഫാൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈനിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഐസോ ബാത്ത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഐസോ ബാർ, ഓപ്ഷൻ സി ഐസോ ഹൈറ്റ്, ഓപ്ഷൻ ഡി ഐസോ പ്ലീത്ത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഐസോ ഹൈറ്റ് ആണ്. അതായത് ഈക്വൽ റെയിൻഫാൾ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ, അതായത് ആ കണക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ഐസോ ഹൈറ്റ്. മറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഐസോ ബാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ഡെപ്ത് ഓഫ് വാട്ടർ ആയിരിക്കും. ഐസോ ബാർ എന്ന് പറയുന്നത് ഈക്വൽ പ്രഷർ ആയിരിക്കും. ഐസോ ഹാലൈൻ സലൈനിറ്റിയെ റിലേറ്റ് ചെയ്യും. ഐസോ ക്രോം എന്ന് പറയുന്നത് ടൈം ഓഫ് കോൺസെൻട്രേഷനെ റിലേറ്റ് ചെയ്യും. ഐസോ നിഫ് എന്ന് പറയുന്നത് ഈക്വൽ ഡെപ്ത് ഓഫ് സ്നോഫോൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. സ്നോഫോൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. സ്നോഫോൾ നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെയിറ്റ് ഓഫ് സ്നോഫോളൻ പെർ യൂണിറ്റ് ഏരിയ, ഓപ്ഷൻ ബി ഡെപ്ത് ഓഫ് സ്നോ, ഓപ്ഷൻ സി വാട്ടർ ലെവൽ ആഫ്റ്റർ സ്നോ മെൽറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഡെപ്ത് ഓഫ് സ്ലോയിലെ ബേസിലാണ് നമ്മൾ സ്നോഫോൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് നോട്ട് ഓൺലി സ്റ്റോർ വാട്ടർ ബട്ട് ഈൽഡ്സ് ഇറ്റ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ അക്വിഫർ, ഓപ്ഷൻ ബി അക്വിഫ്യൂജ്, ഓപ്ഷൻ സി അക്വിക്ലൂഡ്, ഓപ്ഷൻ ഡി അക്വിറ്റാഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ജിയോളജിക്കൽ ഫോർമേഷൻ വാട്ടർ ഈൽഡ് ചെയ്യാനും പറ്റും, സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ആ ഒരു ജിയോളജിക്കൽ ഫോർമേഷനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അക്വിഫർ ആണ് ആൻസർ. അക്വിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് സ്റ്റോർ വാട്ടർ ഓൾസോ ഈൽഡ് വാട്ടർ. ഓക്കെ, മറ്റ് എക്സാമ്പിൾസ് നോക്കാം. അക്വിഫ്യൂജ് എന്ന് പറയുന്നത് എ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് നെയ്തർ കണ്ടെയ്ൻ വാട്ടർ നോർ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ്. അക്വിഫ്യൂജിൽ വാട്ടർ കണ്ടെയ്ൻ ചെയ്യത്തുമില്ല, ട്രാൻസ്മിറ്റ് ചെയ്യത്തുമില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആയിരിക്കും. നമ്മുടെ പാറയൊക്കെ എക്സാമ്പിളാണ്. അക്വിറ്റാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജിയോളജിക്കൽ ഫോർമേഷൻ വെയർ ഓൺലി സീപ്പേജ് ഈസ് പോസിബിൾ. സീപ്പേജ് മാത്രം പോസിബിൾ ആണ്, അതായത് ഈൽഡ് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യത്തില്ല. അക്വിക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് ഈസ് പോറസ് ബട്ട് നോട്ട് പെർമിയബിൾ. പോറസ് ആയിരിക്കും, അതായത് വാട്ടർ കണ്ടെയ്ൻ ചെയ്യും പക്ഷേ ഈൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലേ ആണ് എക്സാമ്പിൾ. ക്ലേ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ വാട്ടർ കണ്ടന്റ് ധാരാളം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് വെള്ളം ഈൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഗൈസ്, നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 15 ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് റെയിൽവേയും ഹൈഡ്രോളജിയും ഇത്ര മാത്രമേ ഉള്ളെന്ന്. ആക്ച്വലി ഫാസ്റ്റ് സബ്ജക്റ്റ് തന്നെയാണ് റെയിൽവേയും ഹൈഡ്രോളജിയും. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അധിക ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, സോ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് September 21 ആയിരിക്കും. അഡ്വാൻസ്ഡ് സർവേ ആയിരിക്കും.